ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങളുടെ അടിപൊളിയായിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഇതാണ് എന്റെ കിച്ചൺ. ഞാൻ വല്ലപ്പോഴേ കയറാറുള്ളൂ. ആക്ച്വലി അല്ല, എല്ലാ ദിവസവും കയറും, അത് വേറെ കാര്യം. നാട്ടിലായ സമയത്ത് വല്ലപ്പോഴേ കയറാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ സ്ഥിരമായി കയറുന്ന സ്ഥലമാണ് കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെയാണ് നമ്മുടെ പരീക്ഷണം നടത്താൻ പോകുന്നത്. ഇന്നത്തെ പരീക്ഷണ വസ്തു എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവന് വെച്ചാണ് എന്റെ പരീക്ഷണം. ചിക്കൻ. സാധാരണ എപ്പോഴും ചിക്കൻ കറി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്നൊരു വെറൈറ്റി സാധനം ഞാൻ പിടിക്കാൻ തീരുമാനിച്ചു. എന്താണെന്നറിയോ? എന്താണ്? ഷവായി. എന്തായിന്ന് എനിക്ക് അറിയത്തില്ല. ലാസ്റ്റ് റെഡി ആകുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും വഞ്ഞ പോയിട്ട് കുപ്പായി മാറ്റിട്ട് വരാം, അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ നഷ്ടമാവും. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറി നമ്മുടെ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1 കിലോ ചിക്കൻ ഒന്നും ഇല്ല, 700 ഗ്രാം അങ്ങനെ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ മസാല കണ്ടുപിടിക്കണം. ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ആക്കുക കേട്ടോ. ഇപ്പോഴാണ് ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാം എടുക്കുന്നത്. അന്നേരം ഇന്നലിട്ട വീഡിയോ അത്യാവശ്യം ക്ലിക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇപ്പഴാണ് കാണുന്നത്. പക്ഷെ അപ്പൊ നമ്മൾ വന്ന കാര്യം ഷവായി അല്ലേ, മസാല ഷവായി, കുക്കർ ഷവായി എന്നൊക്കെ ഞാൻ പണ്ട് എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ റെസിപ്പി അങ്ങ് ആദ്യം നമുക്ക് കുറച്ച് ചെറിയുള്ളി നന്നാക്കാം കേട്ടോ. ഇവിടുത്തെ ചെറിയുള്ളി സവാള അത്ര വലിപ്പമുണ്ട്, നന്നാക്കാം. ആക്ച്വലി എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, പക്ഷെ നമുക്ക് നന്നാക്കിയല്ലേ പറ്റൂ. ഞാൻ നന്നാക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10-12 ഉണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഇത് ഇന്ത്യൻ വെളുത്തുള്ളിയാണ്. ഇവിടെ മറ്റതും കിട്ടും, പക്ഷെ ഇതിനാണ് ടേസ്റ്റ് ഉള്ളത്, എനിക്കതാ ഇഷ്ടം. ഞാനിവിടെ ഒരു 10 അല്ലി ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ഉണ്ട്, ഇത് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില വേണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് മസാലകൾ ഇടണം കേട്ടോ. പൊടി ഇത് വന്നിട്ട് മല്ലിപ്പൊടിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഒക്കെ അത് നാട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാല, പിന്നെ ആക്ച്വലി വേണ്ടത് കാശ്മീരി മുളകാണ്. അപ്പൊ അത് എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ സാധാരണ മുളകും, പിന്നെ എൻ്റെ ഇവിടെ കാശ്മീരി മുളക് പൊടിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടെ ഇടാമെന്ന്. നല്ല എരിവാണെങ്കിൽ ശ്രീകുണ്ട് എന്നെ പിടിച്ച് പുറത്താക്കും, എന്നാലും നമുക്ക് ഇടാം. ഇനി എനിക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ കളർ കുറവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരി ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇതിന്റെ കളർ കുറവ് കേട്ടോ. ഇനി നമുക്ക് ചിക്കനകത്തേക്ക് ഇടാം. ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ പൊടി ഇടുന്നുണ്ട് കേട്ടോ, ചിക്കൻ മസാല. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാമേ. നമുക്കിതൊരു 2 hours റെസ്റ്റ് ചെയ്യാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, പാൻ കത്തിക്കുന്നു. അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ വേവിച്ച ചിക്കൻ മാത്രം ഇട്ട് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഇതിന് ഡെഫിനറ്റ്ലി ഇഷ്ടമാകും എന്നുള്ളൊരു ചിലപ്പോൾ ഈ കോൺ ടോപ്പ് ചിക്കൻ. ഞാൻ മിക്സ് ചെയ്ത് കാണിക്കാൻ വിട്ടുപോയി, കാരണം എൻ്റെ ഫോൺ ഓഫായി പോയി. പിന്നെ ഇതെന്താ അറിയോ? ഷവായി. മസാല